Hi friends, welcome to Aachi's scookworld. ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന ഒരു അടിപൊളി ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതായത് നീർ ദോശ. നീർ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഒരുപക്ഷെ നമ്മൾ അരി വെള്ളത്തിയിട്ട് അരയ്ക്കാൻ മറന്നുപോയി എന്നൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ അരി ഉപയോഗിച്ച് അടുത്ത ദിവസം രാവിലെ അരച്ചതിന് നമുക്ക് ഈ ദോശ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പം നീർ ദോശ അതിൻ്റെ കൂടെ ചട്നിയും കൂടെ. എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സും സജഷൻസും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കണ്ട. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. തലേ ദിവസം രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് തലേ ദിവസം അരിയൊന്നും ആട്ടി വെക്കാൻ പറ്റിയില്ലെങ്കിൽ രാത്രി പച്ചരി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. ഇനി ഇതിനെ നമുക്കൊന്ന് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്ത് വെക്കണം. സാധാരണ നമ്മൾ പച്ചരി കഴുകി പൊടിക്കാൻ വേണ്ടിയിട്ട് ഊറ്റി വെക്കത്തില്ലേ, അതേപോലെ ഒന്ന് ഊറ്റിയെടുത്താൽ മതി. ഇതേപോലെ വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ഇതിനെ അരച്ചെടുക്കാം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ഉപയോഗിക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്ത ടേസ്റ്റ് കൂടും. അതേപോലെ 1 കപ്പ് തേങ്ങ. ഇത് ഇത്രയും കൂടെ ഇട്ട് നമ്മൾക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ അപ്പത്തിനൊക്കെ അരയ്ക്കത്തില്ലേ, അതേപോലെ തന്നെ ഈ പച്ചരിയും ജീരകവും തേങ്ങയും പിന്നെ ഇതിനാവശ്യമുള്ള അത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് ഒഴിക്കാം. കണ്ടോ, ഇപ്പം മാവ് നല്ല കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്. സാധാരണ അപ്പത്തിനൊക്കെ പോലെയുള്ള നല്ല കട്ടി. പക്ഷേ ഇത് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി ആട്ടിയ ആ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 3-4 ഗ്ലാസ് വെള്ളം. ഇത് നല്ല ലൂസായിരിക്കണം. അപ്പം പോലെയും അല്ല, അതിലേറെ ലൂസായിട്ടിരിക്കണം മാവ്. കണ്ടോ, കോരി ഒഴിക്കുമ്പോൾ ഇതേപോലെ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് വേണം എന്ന് തോന്നിയാൽ കുറച്ചും കൂടെ വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ നമ്മൾ ദോശ ചുടുന്ന പാനിൽ തന്നെ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇനി ഇതിൽ കറക്റ്റ് 1 തവി ഈ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ചുറ്റിച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചെടുത്ത് നല്ല രീതിയിൽ കനം കുറച്ച് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. എന്നാൽ മാത്രമേ അത് ഇളകി വരൂ നന്നായിട്ട്. നമ്മൾ തിരിച്ചിടുന്നില്ല. എന്നിട്ട് ഇത് മടക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നല്ല കനം കുറഞ്ഞിട്ടുള്ള ദോശയാണിത്. അങ്ങനെ ഇതേപോലെ തന്നെ കണ്ടോ, 1 തവി ഒഴിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ചുറ്റിച്ചെടുക്കുക. നല്ല കനം കുറച്ചിട്ടും അടച്ചു വെച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്കുള്ള ചട്നിക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നും, 1 ടീസ്പൂൺ ഉപ്പും. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് ചേർക്കുമ്പോൾ ഈ ചട്നിക്ക് വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ അകത്ത് 6 കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അത് അരച്ചെടുത്തതിന് ശേഷം ഒരു കടായിൽ എണ്ണ ഒഴിച്ചെടുത്തിട്ട് ആദ്യം നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് അതേപോലെ തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഇടുന്നുണ്ട്. ഇത് ഇത്രയും കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ബ്രൗൺ, ആ ജീരകത്തിൻ്റെ പച്ച മണവും അതേപോലെ ഉഴുന്നൊന്ന് ഗോൾഡൻ കളറാകണം. എന്നിട്ട് മാത്രമേ ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും. ഇനി അതിൽ ഞാൻ വറ്റൽമുളക് ഇടുന്നുണ്ട്. ഒരു 2 വറ്റൽമുളക് ഇടുന്നുണ്ട്. 2-3 ഇടാം. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല രീതിയിൽ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ചട്നി ഒഴിച്ചു കൊടുക്കാം. ചട്നി കുറച്ചും കൂടെ വെള്ളം അതിൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിളയ്ക്കണം കേട്ടോ. ഈ ചട്നി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ട് നമുക്ക് ഇനി ഈ ചട്നി നമ്മളുടെ നീർ ദോശയുടെ കൂടെ സെർവ് ചെയ്യാം. എൻ്റെ ചട്നിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യാം. കണ്ടോ, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഒരുപക്ഷെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ഒരു ടൈം ആകുമ്പോൾ, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, ആർക്ക് സ്കൂളിൽ പോകണ്ട, എന്നാൽ കൂടിയും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും വെപ്രാളപ്പെടണ്ടല്ലോ.
ഇതേപോലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കേണ്ട വിധമെല്ലാം താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരാം. അതുവരയ്ക്കും ബൈ.